ഉമേഷ് ബാലകൃഷ്ണനിലേക്ക് ചെന്നു. തലസ്ഥാന നഗരത്തിൽ എന്താണ് അവസ്ഥ? തിരുവനന്തപുരം ജില്ലയിൽ എങ്ങനെയാണ് ഉമേഷ് കാര്യങ്ങൾ പോകുന്നത്? ഇപ്പോൾ മഴയുടെ കാര്യമായ അക്രമമുണ്ടോ? ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ് എസ് കെ എൻ. തിരുവനന്തപുരം നഗരത്തിൽ അല്പം മുൻപ് വരെ മഴയുണ്ടായിരുന്നു. ഇപ്പോൾ മഴയ്ക്ക് ചെറിയ ശമനമുണ്ട്. മലയോര മേഖലയിൽ നേരിയ മഴ ഇപ്പോഴും തുടരുന്നുണ്ട്. ഞാനിപ്പോൾ ഉള്ളത് തീരദേശ മേഖലയിലാണ്. തീരദേശ മേഖലയിൽ മഴ ശക്തമായി തുടരുന്നു. പക്ഷേ ഇപ്പോൾ കടലാക്രമണമാണ് ഈ പ്രദേശത്ത് ഏറ്റവും രൂക്ഷമായി ബാധിച്ചിരിക്കുന്നത്. അതേസമയം ഇന്ന് മഴ അലർട്ടുകൾ പരിശോധിച്ചാൽ ഇന്ന് റെഡ് അലർട്ടുകൾ 3 ജില്ലകളിൽ മാത്രമാണ് നിലനിർത്തിയിരിക്കുന്നത്. അത് കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിലാണ്. കൂടാതെ ഓറഞ്ച് അലർട്ട് തൃശൂർ, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് നിലനിർത്തിയിട്ടുണ്ട്. മറ്റ് 8 ജില്ലകളിലും യെല്ലോ അലർട്ടാണ്. യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ച ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിലോ പ്രാദേശികമായോ അതിശക്തമായ മഴയ്ക്കാണ് സാധ്യത. എന്തായാലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ച ജില്ലകൾ, പ്രത്യേകിച്ച് കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ അതിശക്തമായ അതിതീവ്രമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. കഴിഞ്ഞ 2 ദിവസവും ഇവിടെ റെഡ് അലർട്ടാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ജാഗ്രത വേണ്ടത് ഈ 3 ജില്ലകളിലാണ്. എന്തായാലും തിരുവനന്തപുരത്ത് മഴയേക്കാൾ ഏറ്റവും കൂടുതൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് ശക്തമായ കാറ്റും കടലാക്രമണവുമാണ്. എസ് കെ എൻ. ഉമേഷ് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. രാകേഷ് റോഷനും എസ് കെ. മഴ മാത്രമല്ല, കേരളത്തിൽ ഇന്ത്യയിലുണ്ടായ 1000-ലധികം കോവിഡ് കേസുകളിൽ 60% കേരളത്തിലാണ്. അതുകൊണ്ട് ഈ മഴക്കാലത്ത് അസുഖങ്ങൾ വരാതെ കൂടി സൂക്ഷിക്കണം. തീർച്ചയായിട്ടും അങ്ങിങ്ങ് തലപൊക്കി തുടങ്ങി കോവിഡ്. കേരളത്തിലും കോവിഡിൻ്റെ റിപ്പോർട്ടുകളുണ്ട്. നമ്മൾ പക്ഷേ എല്ലാ കേസുകളും രജിസ്റ്റർ ചെയ്യുന്നത് കൊണ്ടാണ് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ 60% റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കോവിഡ് മരണങ്ങളും റിപ്പോർട്ട് ചെയ്തു തുടങ്ങി എന്ന് അറിയുക. അപ്പോൾ ഇന്ത്യയിലുടനീളം ഈ കോവിഡ് കേസുകൾ വന്നു തുടങ്ങിയത് നമ്മൾ കാണാതിരിക്കേണ്ട, കുറച്ച് ശ്രദ്ധ വേണം നമുക്ക്. ഇനി നമുക്ക് വയനാട്ടിലേക്ക് പോകണം. വയനാട്ടിലെ സ്ഥിതി, മുണ്ടക്കൈ, ചൂരൽമല ഭാഗങ്ങളിൽ എന്തൊക്കെയാണ് കാര്യം? പ്രത്യേകിച്ച് ചൂരൽമലയിൽ ഇന്നലെ അതിശക്തമായ മഴയുണ്ടായിരുന്നു. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങളുമായി ചേരുന്നു. ഗുഡ് മോർണിംഗ് സുർജിത്ത്, വിവരങ്ങൾ എന്താണ് പ്രത്യേകിച്ച് ചൂരൽമലയിൽ? എസ് കെ എൻ, ഇന്നലെ രാത്രി മഴയുടെ തോത് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ആശ്വാസകരം. പക്ഷേ ഇന്നലെ പകൽ അതിതീവ്രമായ മഴ തന്നെയായിരുന്നു. റെഡ് അലേർട്ട് പറയും പോലെ തന്നെ അതിതീവ്രമായ മഴയായിരുന്നു. ആ മഴയിൽ ചൂരൽമലയുടെ സ്കൂൾ റോഡടക്കം ഒഴുകിപ്പരക്കുന്ന ഒരു വലിയ ദൃശ്യം, ഭയാനകമായ ദൃശ്യമാണ് പുറത്തു വന്നിരുന്നത്. അതായത് പുഞ്ചിരിമട്ടം അടക്കമുള്ള പ്രദേശത്ത് നീർച്ചാലുകൾ രൂപപ്പെടുകയും ആ നീർച്ചാലുകൾ വലിയ രീതിയിൽ ഉള്ള ജലപ്രവാഹമായി ചൂരൽമല പുഴയിൽ പരന്നൊഴുകുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ മാറിയതാണ്. ആളുകൾക്ക് ആശങ്കയുണ്ട്. കഴിഞ്ഞ 4 ദിവസമായി അവിടെ വൈദ്യുതി പോലുമില്ല. ആ വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല എന്നുള്ള ആക്ഷേപം വലിയ അളവിൽ ഉയർത്തുന്നുണ്ട്. പടവട്ടിക്കുന്നിലേക്കുള്ള വഴിയാണ് പൂർണ്ണമായും അടഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ ആശങ്കയുണ്ട്. ജില്ലയിൽ പൊതുവെ പറഞ്ഞാൽ രാവിലെ മുതൽ തന്നെ മഴ ഇടയ്ക്കിടെ വരുന്നുണ്ട്. അല്ലാതെ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ സങ്കീർണമായ ഒരു മഴ എന്ന് പറയാൻ കഴിയുകയില്ല. ജില്ലയിൽ ഇപ്പോൾ 10 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് ഉള്ളത്. അതിൽ 314 പേരെയാണ് മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നത്. ബത്തേരിയിലും അതോടൊപ്പം തന്നെ വൈത്തിരിയിലും മാനന്തവാടി താലൂക്കിലുമായി മുട്ടിൽ, നെന്മേനി, പൂതാടി, നൂൽപ്പുഴ, കാവുമന്നം, കോട്ടത്തറ വില്ലേജ് പരിധികളിൽ താമസിക്കുന്ന ആളുകളെയാണ് മാറ്റി പാർപ്പിച്ചിരിക്കുന്നത്. ബാണാസുര മേഖലയിലാണ് ഇന്നലെ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചിട്ടുള്ളത്. ഇന്നിപ്പോൾ മഴ അത്ര വലിയ തീവ്രമായ മഴ എന്ന് പറയുന്ന തരത്തിലല്ല പെയ്യുന്നത്. പലയിടങ്ങളിലും ഇടവിട്ട് മഴ പെയ്യുന്നുണ്ട്. എസ് കെ എൻ. സുർജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിയത്. കണ്ണൂരിൽ അത്യാവശ്യം മഴ പെയ്യുകയാണെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അരുൺ ഭൂപ്പറമ്പ കണ്ണൂരിൽ നിന്ന് ചേരുന്നു. ഗുഡ് മോർണിംഗ് അരുൺ. കണ്ണൂരിലെ സ്ഥിതി എന്താണ്? വ്യാപകമായി മഴയുണ്ടോ കണ്ണൂർ ജില്ലയിൽ? എസ് കെ എൻ, രാവിലെ മഴ അല്പം മാറി നിൽക്കുന്നുണ്ട്. മഴക്കല്പം ശമനമുണ്ട്. പക്ഷേ അത് മഴയുടെ ശക്തി പൂർണ്ണമായി കുറഞ്ഞു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. വരും മണിക്കൂറുകളിലും ശക്തമായ മഴക്കുള്ള മുന്നറിയിപ്പ് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. ജില്ലയിൽ ഇന്നും റെഡ് അലേർട്ടാണ്. ഇന്നലെ വ്യാപകമായ നാശനഷ്ടങ്ങൾ ജില്ലയിലാകെ റിപ്പോർട്ട് ചെയ്തിരുന്നു. പ്രത്യേകിച്ച് എളയാവൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ അത്തരത്തിലുള്ള നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. പല പുഴകളും കരകവിഞ്ഞൊഴുകുന്ന സാഹചര്യമുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ കക്കാട് പുഴയുടെ തീരത്താണ്. ഞാൻ നിൽക്കുന്നത് ഏതെങ്കിലും തോടോ പുഴയോ അല്ല, ഇതൊരു റോഡാണ്. പള്ളിപ്പുറം മുണ്ടയാട് റോഡിലാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെ പൂർണ്ണമായും വെള്ളം കയറിയ നിലയിലാണ്. ഇവിടെ ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. ഇതിന് കുറേ അകലെയാണ് പുഴയുള്ളത്. പക്ഷേ ആ പുഴയിൽ നിന്ന് കക്കാട് പുഴ കരകവിഞ്ഞൊഴുകി ഇവിടെ ഈ റോഡിലേക്ക് വെള്ളം കയറിയ സാഹചര്യമാണുള്ളത്. നമുക്കിപ്പോൾ കാണാം, ഇത് ഒരു പുഴയല്ല, ഇത് പൂർണ്ണമായും റോഡാണ്. ആ റോഡ് പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങിയ സാഹചര്യമാണ്. ഇതിലൂടെ ഇപ്പോൾ ചെറുവാഹനങ്ങളൊക്കെ പോകാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. പക്ഷേ ഇവിടെ അധികൃതർ, പ്രാദേശിക ഭരണ സംവിധാനങ്ങളൊക്കെ എത്തി ഇതിലൂടെ പോകരുത്, അപകടമാണ് എന്ന മുന്നറിയിപ്പൊക്കെ നൽകിയിട്ടുണ്ട്. എന്തായാലും ഇത് തന്നെയാണ് ആ ജില്ലയിലെ മറ്റു പുഴകളിലെയും സാഹചര്യം. പ്രത്യേകിച്ച് കുപ്പം പുഴ ഇന്നലെ കരകവിഞ്ഞൊഴുകിയിരുന്നു. ഇരിക്കൂർ പുഴ കരകവിഞ്ഞൊഴുകിയിരുന്നു. മലയോരത്തെ ചെറുതും വലുതുമായിട്ടുള്ള പുഴകളെല്ലാം കരകവിഞ്ഞൊഴുകുന്ന സാഹചര്യം ഉണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ തീരത്തുള്ളവരൊക്കെ ജാഗ്രത പാലിക്കണമെന്ന്
ജില്ലാ ഭരണകൂടം കൃത്യമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ മഴക്കൊപ്പം തന്നെ ശക്തമായ കാറ്റാണ് ജില്ലയിലെ മറ്റൊരു പ്രധാനപ്പെട്ട അതായത് നാശം വിധിച്ചത്. പലയിടങ്ങളിലും ശക്തമായ കാറ്റിലാണ് നാശനഷ്ടങ്ങൾ ഉണ്ടായത്, മഴക്കെടുതികൾ ഉണ്ടായത്. പലയിടങ്ങളിലും ഈ മരം വീണ് ഗതാഗതം തടസ്സപ്പെടുന്ന വീടുകളിലേക്ക് മരം വീണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നാലും ഇന്ന് രാവിലെ ഇപ്പോൾ മഴക്കൽപ്പം ശമനമുണ്ട്. പക്ഷേ വരും മണിക്കൂറിൽ കൂടുതൽ ശക്തമായ മഴ ഉണ്ടാകും എന്ന് തന്നെയാണ് SKN മുന്നറിയിപ്പ്. ഓക്കെ, അരുൺ ഭൂപറമ്പയാണ് കണ്ണൂർ വിവരങ്ങൾ നൽകിയത്. AJ7 ചോദിക്കുന്നു, എറണാകുളം ജില്ലാ കളക്ടർ ഉറങ്ങുകയാണെന്നു. അദ്ദേഹം ഉറങ്ങി എഴുന്നേറ്റിട്ടുണ്ട്. നിങ്ങൾക്കറിയില്ല ഒരു കളക്ടർക്ക് ഈ മഴക്കാലത്തൊക്കെ എത്രമാത്രം തിരക്കും അലച്ചിലും ആണ് എന്ന കാര്യത്തിൽ നന്നായി കിടന്നുറങ്ങാൻ പറ്റില്ല. കാരണം എത്രയോ പൊതുപ്രവർത്തകരും അല്ലാത്ത ആളുകൾ അവരെ വിളിച്ചുകൊണ്ടേയിരിക്കും. മാത്രമല്ല അത്യാഹിതങ്ങൾ ഉണ്ടായാൽ അന്തിമമായി കളക്ടർ ഉത്തരവും പറയണം. പ്രത്യേകിച്ച് NSK ഉമേഷ് എന്ന എറണാകുളം ജില്ലാ കളക്ടർ ഇത്തിരി സജീവതയുള്ള മനുഷ്യൻ തന്നെയാണ്. അദ്ദേഹം വളരെ ആക്റ്റീവായിട്ടുള്ളൊരു ജില്ലാ കളക്ടറാണ്. നമ്മൾ ചില വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അവധി കാര്യം പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോട് പറയാം. വിദ്യാർത്ഥികളൊക്കെ ഈ സ്ക്രീനിൻ്റെ മുന്നിലോ മൊബൈൽ ഫോണിലോ ഉണ്ടെന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ പറയുന്നത്. കോട്ടയം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി പ്രഖ്യാപിച്ചു. വയനാട്, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ അങ്കണവാടികൾ, മദ്രസകൾ, ട്യൂഷൻ സെൻ്ററുകൾ എന്നിവ, സ്പെഷ്യൽ ക്ലാസ്സുകളുള്ള സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് ജില്ലാ ഭരണകൂടം അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. റെസിഡൻഷ്യൽ സ്കൂളുകൾക്കും റെസിഡൻഷ്യൽ കോളേജുകൾക്കും ഈ അവധി ബാധകമല്ല. കോട്ടയം ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധിയായിരിക്കും. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മീൻപിടുത്തത്തിന് വിലക്കേർപ്പെടുത്തി. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഉയർന്ന തിരമാലയ്ക്കുള്ള സാധ്യതയുള്ളതുകൊണ്ട് റെഡ് അലർട്ട് നൽകിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അവധിയുള്ള സ്ഥലങ്ങളും അവധിയില്ലാത്ത സ്ഥലങ്ങളും. പരീക്ഷകളൊക്കെ യഥാവിധം നടക്കുമെന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. പരീക്ഷകൾക്ക് മാറ്റമുള്ളതായി റിപ്പോർട്ടില്ല. മഴക്കെടുതിയെ തുടർന്ന് സംസ്ഥാനത്തെ വിവിധ ട്രെയിനുകൾ ഇപ്പോൾ വൈകി ഓടിക്കൊണ്ടിരിക്കുന്നു. തിരുവനന്തപുരം മധുര അമൃത എക്സ്പ്രസ്, തിരുവനന്തപുരം നോർത്ത് നിലമ്പൂർ രാജ്യറാണി എക്സ്പ്രസ്, തിരുവനന്തപുരം മംഗലാപുരം എക്സ്പ്രസ് എന്നീ ട്രെയിനുകൾ 3 മണിക്കൂറാണ് ഇപ്പോൾ വൈകി ഓടിക്കൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരം മംഗലാപുരം മാവേലി എക്സ്പ്രസ് 4 മണിക്കൂർ വൈകി ഓടുന്നു. വിവരങ്ങളുമായി AV ജയശങ്കർ ചേരുന്നു തത്സമയം. ഗുഡ് മോർണിംഗ് ജയശങ്കർ, ഏതൊക്കെ പ്രധാനപ്പെട്ട ട്രെയിനുകളാണ് ഇപ്പോൾ വൈകി ഓടിക്കൊണ്ടിരിക്കുന്നത്? റെയിൽവേ സ്റ്റേഷനിലൊക്കെ കാത്തു നിൽക്കുന്ന ആളുകൾ നമ്മൾ ട്രെയിൻ വിവരങ്ങളൊക്കെ യഥാസമയം നമ്മൾ നൽകും. നിങ്ങൾ ഈ മൊബൈൽ ഫോണിൽ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കുക. കേട്ടാലും മതി, കാണണമെന്നില്ല. പറയൂ ജയശങ്കർ. SKN സംസ്ഥാനത്ത് റെയിൽവേ ട്രാക്കിൽ മരവും മറ്റും വീണുകൊണ്ട് സംസ്ഥാനത്തെ വിവിധ ട്രെയിനുകൾ വൈകി ഓടുകയാണ്. അരമണിക്കൂർ മുതൽ 3 മണിക്കൂർ വരെ ട്രെയിനുകൾ വൈകി ഓടുന്ന ഒരു സാഹചര്യം സംസ്ഥാനത്തുണ്ട്. തിരുവനന്തപുരം മധുര അമൃത എക്സ്പ്രസ് 3 മണിക്കൂർ വൈകി ഓടുന്നു. ഒപ്പം തന്നെ തിരുവനന്തപുരം നിലമ്പൂർ രാജറാണി എക്സ്പ്രസും സമാന്തരമായി 3 മണിക്കൂറോളം വൈകി ഓടുന്നു എന്നാണ് റെയിൽവേ അറിയിക്കുന്നത്. ഒപ്പം തന്നെ തിരുവനന്തപുരം മംഗലാപുരം എക്സ്പ്രസും 3 മണിക്കൂറോളം വൈകിയാണ് സർവീസ് നടത്തുന്നത്. തിരുവനന്തപുരം മംഗലാപുരം മാവേലി എക്സ്പ്രസും വൈകിയാണ് സർവീസ് നടത്തുന്നത്. ഒപ്പം തന്നെ മംഗള ലക്ഷദ്വീപ് എക്സ്പ്രസ് ഉൾപ്പെടെയുള്ള ട്രെയിനുകളും വൈകി ഓടുന്നുണ്ട്. ഒപ്പം മംഗലാപുരം തിരുവനന്തപുരം മാവേലി എക്സ്പ്രസ്, മുംബൈ തിരുവനന്തപുരം LTT എക്സ്പ്രസ് ഉൾപ്പെടെയുള്ള ട്രെയിനുകൾ വൈകി ഓടുന്നു. ഒപ്പം തന്നെ തിരുവനന്തപുരം നോർത്തിൽ നിന്നും പുറപ്പെടേണ്ട തിരുവനന്തപുരം ഗോരഖ്പൂർ രക്തസാഗർ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് റെയിൽവേ ഇന്ന് റദ്ദാക്കിയിട്ടുണ്ട്. ഈ മഴക്കെടുതി മറ്റ് പ്രശ്നങ്ങൾ മൂലമാണോ സർവീസ് റദ്ദാക്കിയതെന്ന് വ്യക്തതയില്ല. പക്ഷേ സർവീസ് റദ്ദാക്കിയതായി റെയിൽവേ അറിയിക്കുന്നുണ്ട്. അങ്ങനെ സംസ്ഥാനത്ത് വിവിധ ട്രെയിനുകൾ വൈകി ഓടുന്നു. തെക്കൻ കേരളത്തിലും വടക്കൻ കേരളത്തിലും സമാനമാണ് രീതി. കഴിഞ്ഞ ദിവസം രാത്രി കോഴിക്കോട് ഭാഗത്തും ഒപ്പം തന്നെ കൊച്ചിയിലും ട്രാക്കിൽ മരം വീണ ഗതാഗതം തടസ്സപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് ഏറെ പണിപ്പെട്ടാണ് ഇത്തരത്തിൽ ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിച്ചത്. ഇത്തരത്തിൽ പല ട്രെയിനുകളും പിടിച്ചിടേണ്ടി വന്നു. ഈ സാഹചര്യമാണ് ഇത്തരത്തിൽ മൊത്തത്തിൽ ട്രെയിൻ ഗതാഗതത്തെ താറുമാറാക്കിയതെന്നാണ് റെയിൽവേ പറയുന്നത്. എന്തായാലും മിക്ക ട്രെയിനുകളും വൈകി ഓടുന്നു. പക്ഷേ മെമു സർവീസുകൾ ഉൾപ്പെടെയുള്ളവ നിലവിൽ കൃത്യത പാലിക്കുന്നു എന്നാണ് റെയിൽവേ പറയുന്നത്. എന്തായാലും കുറച്ച് മണിക്കൂറുകൾ കൂടി ട്രെയിനുകൾ വൈകി ഓടുന്നൊരു സാഹചര്യം ഉണ്ടാവും. അതിനുശേഷം ട്രെയിനുകളുടെ സമയക്രമം പൂർവ്വ രീതിയിലാകുമെന്നും റെയിൽവേ എന്തായാലും വ്യക്തമാക്കുന്നുണ്ട്. നിലവിൽ ട്രാക്കുകളിൽ മറ്റ് പ്രശ്നങ്ങളില്ല. പക്ഷേ ഇനി കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ മണ്ണിടിച്ചിലും ഒപ്പം തന്നെ മരങ്ങൾ വീഴാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകിയതായി റെയിൽവേ പറയുന്നു. ഈ മരങ്ങൾ ഉൾപ്പെടെ മുറിച്ചു നീക്കാനുള്ള ഒരു ശ്രമം, മരക്കൊമ്പുകളൊക്കെ മുറിച്ചു നീക്കാനുള്ള ഒരു ശ്രമം റെയിൽവേയുടെ ഭാഗത്തുനിന്നുണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും സംസ്ഥാനത്തെ വിവിധ താങ്ക് യു AV ജയശങ്കർ.